കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ച വേദനകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ച പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, അവൻ അവിടെ അതിന്റെ സാഹചര്യം ദൈവം നിങ്ങളെ വാഗ്ദത്തത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് പകൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ അനുകൂലമായി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായി കാണണമെന്നില്ല. അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോഴും ദൈവം ഈ വാഗ്ദത്തങ്ങളെ കൈമാറിയ ഒരു ദൈവ പൈതലിനെ ദൈവം എപ്പോഴും നോക്കുകയാണ്. എന്തിനെന്നറിയാമോ? എത്രത്തോളം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ആ ദൈവ പൈതൽ ജീവിക്കുന്നു. അനുകൂലപരമായ സാഹചര്യം വരുമ്പം നമുക്കറിയാം അല്ലേ, നമുക്ക് നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഭയങ്കരമായിട്ട് നടക്കും പോകുന്നു. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. ചില സമയം നമ്മുടെ വിചാരങ്ങളായിരിക്കത്തില്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ചില സമയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതുമായിരിക്കത്തില്ല ദൈവം ചിന്തിക്കുന്ന സമയങ്ങൾ. നോക്കിക്കേ, യോസേഫ് പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റു. യോസേഫ് യാക്കോബിന്റെ 12 പുത്രന്മാരിൽ 11ാമത്തെ പുത്രനാണ്. അപ്പനാകുന്ന യാക്കോബിന് യോസേഫിനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കൊന്നും യോസേഫിനെ അങ്ങോട്ട് തീരെ ഇഷ്ടമല്ല. യോസേഫ് സ്വപ്നം കണ്ടു, യോസേഫ് ദർശനം കണ്ടു. യോസേഫ് കണ്ട സ്വപ്നത്തെ വിവരിക്കാനുള്ള, വ്യാഖ്യാനിക്കാനുള്ള കൃപയും കൂടെ യോസേഫിനുണ്ട്. മറ്റുള്ള സഹോദരങ്ങൾക്ക് ഇല്ലാത്തൊരു കൃപ യോസേഫിനുണ്ട്. ഈ യോസേഫിനെ തന്റെ സഹോദരങ്ങൾ ഈ യോസേഫിനെ അങ്ങ് ഇല്ലാതാക്കി കളയാനായിട്ടുള്ള ശ്രമം നടത്തുക. തന്റെ സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കുവാൻ പോകുന്ന സമയത്ത് യോസേഫും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കടന്നു ചെല്ലും. അങ്ങനെ ഒരു ദിവസം യോസേഫിനെ യാക്കോബ് പറഞ്ഞയക്കുകയാണ് തന്റെ സഹോദരങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ. യോസേഫിനെ കുറച്ച് അകലെ നിന്ന് കണ്ട സഹോദരങ്ങൾക്ക് മനസ്സിലായി, അതാ വരുന്നു സ്വപ്നക്കാരൻ, ഇനി ഇവനെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല, ഇവനെ നമുക്ക് തീർത്ത് കളയാം. യോസേഫിനെ കൊല്ലാതെ ഒരു പൊട്ടക്കുഴിക്കകത്ത് അവര് യോസേഫിനെ ഇട്ടു. ചില മിദ്യാന്യർ മിസ്രൈമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഈ സഹോദരങ്ങൾ പൊട്ടക്കുഴിക്കകത്തുനിന്ന് യോസേഫിനെ വലിച്ചു കയറ്റിയിട്ട് 20 വെള്ളിക്കാശ് യോസേഫിനെ ഈ മിദ്യാന്യർക്ക് വിറ്റു. ആ കച്ചവടക്കാർ ഈജിപ്തിലേക്ക്, അതായത് മിസ്രൈമിലേക്ക് കടന്നു പോവുകയാണ്. ഈ യോസേഫ് മിസ്രൈമിൽ ചെന്ന് അവിടെ ഫറവോന് പിതാവും അവിടുത്തെ ഒരു ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ദൈവം ഉന്നത നിലയിൽ അനുഗ്രഹിച്ചു. വലിയ ക്ഷാമം ദേശത്തെല്ലായിടത്തും വന്ന് കിടക്കുമ്പോൾ
തന്റെ സഹോദരങ്ങളെയും തന്റെ അപ്പനെയും ഒക്കെ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം തനിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങൾ യോസേപ്പിന്റെ അടുക്കലേക്ക് വന്നപ്പോഴാണ് യോസേപ്പ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. യോസേപ്പിനെ സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ സഹോദരങ്ങളെ ഈ യോസേപ്പിന് മനസ്സിലായി. സ്തോത്രം. ഈ യോസേപ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യോസേപ്പ് പറയുന്ന, സഹോദരങ്ങളോട് പറയുന്ന ഭാഗമാണ് നാം വായിച്ചത്. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകും. ഹല്ലേലൂയ. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിപ്പിക്കേണ്ടതിന് വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അവർ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു എന്ന് പറയുക. യോസേപ്പ് 4-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റു. വായിക്കാം 4-ാം വാക്യം. ഓക്കെ, നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരനാണ് ഞാൻ എന്ന് യോസേപ്പിനെ പരിചയപ്പെടുത്തുമ്പോൾ, ഇവിടെ ഇതാ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. നിങ്ങൾ എന്നെ വിറ്റു, പക്ഷേ നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ഒന്നുകൂടെ പറയാം, യോസേപ്പിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതും, യോസേപ്പ് പൊട്ടക്കുഴിക്കകത്ത് കടന്നതും, യോസേപ്പിനെ മിസ്രയീമിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് വിറ്റതും, യോസേപ്പ് മിസ്രയീമിലെത്തിയതും സഹോദരങ്ങൾ കാരണമല്ല, ദൈവം അവനെ അവിടെ എത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ച വേദനകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ച പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, അവൻ അവിടെ അതിന്റെ സാഹചര്യം ദൈവം നിങ്ങളെ വാഗ്ദത്തത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് പകൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. യോസേപ്പിന് പറയാനുണ്ട്. യോസേപ്പ് പറയാണ്, ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. ഈ വാഗ്ദത്തത്തിലേക്കുള്ള വഴി നിങ്ങൾ ഓർക്കണം. യോസേപ്പ് വാഗ്ദത്ത നിവർത്തിയിലേക്ക് കടക്കാൻ പോകുകയാണ്. തന്റെ സഹോദരങ്ങൾ തന്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തണമെന്നുള്ള വാഗ്ദത്തം യോസേപ്പ് കണ്ട ദർശനത്തിൽപ്പെട്ടതാണ്. ഈ വാഗ്ദത്തത്തിലേക്ക് ചെല്ലണമെങ്കിൽ ദൈവം അവനെ ആ വാഗ്ദത്തത്തിലേക്ക് അയക്കണം. ദൈവം അവനെ ആ വാഗ്ദത്തത്തിലേക്ക് അയക്കണമെങ്കിൽ യോസേപ്പിനെ ദൈവം ഉയർത്തണം. യോസേപ്പിനെ ദൈവം ഉയർത്തണമെങ്കിൽ തന്റെ സഹോദരങ്ങളുടെ അടുക്കൽ നിന്ന് യോസേപ്പ് പുറത്തു പോകണം. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയാൻ പറ്റും, ചിലയിടങ്ങളിൽ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുള്ളത് എന്റെ വാഗ്ദത്ത നിവർത്തിയിലേക്കുള്ള യാത്രയെ ദൈവം ആ വഴി ഒരുക്കിയതാണെന്ന്.